റെസ്പോൺസ് വന്നൊരു കഥാപാത്രമാണ്. പക്ഷെ അധികം ആളുകളിലേക്ക് എത്തിയില്ല. അപ്പോൾ ഈ സിനിമയിലെ കഥാപാത്രം എത്രത്തോളം ഡെപ്തുണ്ട്? ഇതിലെ കഥാപാത്രത്തെക്കുറിച്ച് എനിക്ക് അങ്ങനെ ഒരുപാട് പറഞ്ഞ പോലെ ആസിഫ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ത്രില്ലർ ആയതുകൊണ്ടും ജിത്തു ജോസഫ് പടം ആയതുകൊണ്ടും എനിക്കങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ തീർച്ചയായിട്ടും മാക്സിമം അത് തന്നെയാണ് ശ്രമിക്കാറ്. കിട്ടുന്ന ജോലി മാക്സിമം വെറുപ്പിക്കാതെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ നോക്കാറുള്ളൂ. ചോദ്യം എന്തായാലും അല്ല, ഇത് പടത്തിന്റെ വിജയം അനുസരിച്ചിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ പടം കൊമേഴ്ഷ്യലി, ഇപ്പൊ നല്ല സിനിമ ചീത്ത സിനിമ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പടം കൊമേഴ്ഷ്യലി ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതിനുള്ള റെക്കഗ്നിഷനും അതിനുള്ള മറുപടികളും പെട്ടെന്ന് നമുക്ക് അതിന്റെ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് അതിന്റെ റെസ്പോൺസും കിട്ടും. എന്ന് കരുതി ഓടുന്ന പടങ്ങളെല്ലാം നല്ല പടവും നല്ല പടങ്ങളെല്ലാം ഓടുന്നു അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ പടം കൊമേഴ്ഷ്യലി ഹിറ്റായിട്ടിന് കുറച്ചും കൂടെ നമുക്ക് പെട്ടെന്ന് അതിന്റെ റെസ്പോൺസ് കിട്ടുന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഞാനത് ശ്രദ്ധിക്കാറില്ല. എൻ്റെ ജോലി അഭിനയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കി അതിന്റെ വിജയപരാജയങ്ങൾ പ്രൊഡ്യൂസറിന്റെ ഉത്തരവാദിത്വം, അയാളുടെ റിസ്ക്കുമാണ്. ആക്ടേഴ്സിൽ കണ്ടുവരുന്നൊരു ട്രെൻഡ് ഉണ്ട്. അതായത് അവര് സോഷ്യൽ മീഡിയയിൽ ഒരു ഡീറ്റോക്സ്, സോഷ്യൽ മീഡിയ കംപ്ലീറ്റ്ലി ടേൺ ഓഫ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പലപ്പോഴും എത്തുന്നത്. ഇപ്പോൾ പപ്പ പറയുന്നുണ്ടായിരുന്നു, ഫഹദ് എന്നെ ഇമെയിലിലൂടെ മാത്രം ആക്സസബിൾ ആവുന്ന ഒരു കാലഘട്ടത്താണ് ഞാൻ സ്വപ്നം കാണുന്നത്. ഈ അടുത്ത ഐശ്വര്യലക്ഷ്മി സോഷ്യൽ മീഡിയയിൽ നിന്ന് എല്ലാത്തിനും എക്സിറ്റ് ആയി പോവുകയുണ്ടായി. അപ്പോൾ കുറേ കാലം മുമ്പ് തന്നെ ഫോൺ യൂസേജ് കൃത്യമായി ലിമിറ്റ് വെച്ച ആളാണ് ആസിഫ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ സോഷ്യൽ മീഡിയ ആക്ടേഴ്സിന് പലപ്പോഴും കുറച്ചധികം ബോധർ ചെയ്യുന്നത്, അവരതിൽ നിന്നും കട്ട് ഓഫ് ആവുന്ന, അതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായം? സോഷ്യൽ മീഡിയ എനിക്ക് ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ. ഇപ്പം നമ്മൾ അതിൻ്റെ ഒരു അൽഗോരിതം തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ, നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് എപ്പോഴും നമ്മുടെ ഫീഡിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ആവശ്യമില്ലാതെ കുറേ ടെൻഷനും കുറേ കാര്യങ്ങളും ഒക്കെ, ഒരുപാട് കാര്യങ്ങളെ പറ്റി ആവശ്യമില്ലാതെ ബോധനാവുന്നുണ്ട് സോഷ്യൽ മീഡിയ കാരണം. പിന്നെ രണ്ട് സൈഡും ഉണ്ട്. ലോകത്ത് നടക്കുന്നത് എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. നമുക്ക് ആളുകളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എളുപ്പമാണ്. അപ്പം അത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു പേഴ്സണൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്. വല്ലപ്പോഴും ഒക്കെ പോസ്റ്റ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്, ഇടയ്ക്കൊക്കെ കയറി നോക്കാറുണ്ട്. അല്ലാതെ അത് ഒരു ഭയങ്കര സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ ഫോൺ എടുത്ത് മാറ്റി വെച്ചാൽ തീരുന്ന പ്രശ്നമുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയയിൽ. പിന്നെ ഒരു സമയം ഉണ്ടായിരുന്നു കോമൻസ് വായിച്ച് ഇരുന്ന് വിഷമിക്കും സ്വയം, വെറുതെ ഡാർക്ക് എടുത്തോണ്ടിരിക്കും, എന്നെ പറ്റി ആൾക്കാർ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത്. അത് നമ്മുടെ പേഴ്സണൽ സ്പേസിനെ ബാധിക്കും, നമ്മുടെ തോട്ട് പ്രോസസ്സിനെ ബാധിക്കും, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയെ ബാധിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരാത്ത രീതിയിലേക്ക് ലിമിറ്റ് ചെയ്ത് വെക്കും പറ്റുവാണെങ്കിൽ അടിപൊളിയല്ലേ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫാഷൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, കാറുകളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ ഇതിന്റെയൊക്കെ അപ്ഡേറ്റ്സും ഇതിന്റെയൊക്കെ ന്യൂസും ഒക്കെ കാണാൻ എനിക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറുണ്ട് ഞാൻ. പിന്നെ ഫിലിം ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാറുണ്ട്. അപ്ഡേറ്റഡ് ആയിരിക്കണമല്ലോ. ഇപ്പം നമ്മൾ വന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് വരുന്ന ചോദ്യങ്ങൾ, ഒരാൾ പറഞ്ഞതിനെ പറ്റിയിട്ടൊക്കെ ഒരു മറുപടി പറയണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ വേണം. പക്ഷെ അത് നമ്മൾ ഏത് ലിമിറ്റിൽ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് മാറ്റേഴ്സ്. അത് തന്നെയാണ് എൻ്റെ ഏത് ലിമിറ്റിൽ എന്നുള്ളതാണ്. ഇപ്പം അതിനകത്ത് നേരത്തെ അസിഫ് പറഞ്ഞ പോലെ അതിനകത്തെ ഈ പറഞ്ഞ എന്താ ഇത് നോക്കുന്നത്, കമൻസ് നോക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം അതിനകത്ത് ജെന്യൂനിറ്റി കുറവാണ്. അതാണ് അതിനകത്തെ പ്രശ്നം. ഒരുപക്ഷെ പലരും ഇത് ചെയ്യുന്നതും അതുകൊണ്ടായിരിക്കും. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ കുറച്ച് നാളായിട്ട് ഞാനങ്ങനെ നോക്കുന്ന ഒരാളല്ല, പക്ഷേ വളരെ ക്യൂരിയസ് ആയിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് രണ്ട് സംഭവങ്ങൾ നോക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അതെന്നെ ഫസ്റ്റ് അട്രാക്ട് ചെയ്യുന്ന വെച്ചാൽ നല്ല രീതിയിലിരുന്ന് ഒരു കുറ്റം പറയുകയാണ്. ഞാൻ അർത്ഥം ജെന്യുവൻ ആണെങ്കിൽ നമ്മളത്, ഞാൻ ആ സ്പിരിറ്റിൽ എടുക്കുന്ന ഒരാളാണ്. ഞാൻ ആ വ്യക്തിയുടെ ഇതിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ യൂട്യൂബ് നോക്കിയപ്പോൾ ഒന്നുമില്ല കണ്ടന്റ്, ചുമ്മാ ഒരു പേരും ഇതും മാത്രമല്ല. അപ്പോഴെനിക്ക് മനസ്സിലായത് ഫേക്ക് പരിപാടിയാണ്. ഈ പുള്ളി എൻ്റെ പുറകെ ഉണ്ട് എല്ലാ പടത്തിൻ്റെയും. അപ്പം പുള്ളി എന്നെ പേഴ്സണലി ടാർഗറ്റ് ചെയ്യാം. അപ്പം എപ്പോഴെങ്കിലും അത് പറയുന്ന മാറ്റർ ഓൾമോസ്റ്റ് സെയിമുമാണ്. ഇങ്ങനെ പറയും എപ്പോഴെങ്കിലും, ചിലപ്പം അത് എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന എൻ്റെ സുഹൃത്തായിരിക്കാം, എനിക്കറിയില്ല. അപ്പം എനിക്ക് മനസ്സിലായി. ഞാൻ ചുമ്മാ കൗതുകത്തോടെ നോക്കും, എത്ര നാൾ പോകും ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതെന്നെ അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ട് അത് ശ്രമിക്കുന്ന ആ വ്യക്തി പരാജയപ്പെടുകയാണ്. പക്ഷെ ചിലരെ അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. ഒരു കാര്യം തന്നെ 10 തവണ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആ വ്യക്തി ഭയങ്കരമായിട്ട് അത്
ബാധിക്കും. അത് അപ്പോൾ ആ വ്യക്തിയാണ് തീരുമാനിക്കുന്നത് അത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത്. അതാണ് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് പലരും മാറി നിൽക്കുന്നത്. ഇപ്പം ആ വ്യക്തി നേരിട്ട് വന്ന് എന്നോട് പറഞ്ഞാൽ അത് നമുക്ക് ആ സ്പിരിറ്റിൽ എടുക്കാൻ പറ്റിയേനെ. അതാണ് ശരിക്കും സോഷ്യൽ മീഡിയ പലരും ഭയക്കുന്നതിൻ്റെ കാര്യം അല്ലെങ്കിൽ വറീഡാകുന്നതിൻ്റെ കാര്യം.